റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണനം എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 54 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ എന്നുള്ള പോർഷനാണ്. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എണ്ണൽ സംഖ്യേനെയും നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയും ഒന്നും ആയിരിക്കും അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2, 3, 5, 7, 11, 13 എക്സെട്ര ഇങ്ങനെയുള്ള സംഖ്യകളാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 2 എന്നുള്ള സംഖ്യേനെ നമുക്കറിയാം 1 ഗുണം 2 എന്ന് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 2 കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം ആയിരിക്കും. ഇപ്പോൾ 3 എടുക്കുവാണെങ്കിൽ 1 ഗുണം 3 എന്ന് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ 2 സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ 1ഉം 3ഉമാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു എണ്ണൽ സംഖ്യേനെയും നമുക്ക് ഇതുപോലുള്ള സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നോക്കാം 72 എന്നുള്ള സംഖ്യേനെ എങ്ങനെയാണ് നമ്മൾ ഇതുപോലെയുള്ള ഗുണനഫലമായിട്ട് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 72 എന്നുള്ള സംഖ്യ നമുക്കറിയാം ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പം ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളത് 2 ആണ്. അപ്പോൾ നമുക്കതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ 2 കൊണ്ട് തന്നെ ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നേക്കുന്ന സംഖ്യേനെ ഇതിനകത്തുള്ള ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 72 എന്നുള്ളതിനെ ഇപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി, ഇവിടെ 2 എന്ന് എഴുതി, ഇവിടെ 72 എന്നും എഴുതി. ഇനി 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ഇതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 36. അപ്പോൾ ഈ 36 എന്നുള്ള സംഖ്യേനെ നമുക്കറിയാം, ഇതിനെ നമുക്ക് 2 കൊണ്ട് വീണ്ടും ചെയ്യാം. ഇനി ഇവിടെ 2 കൊണ്ട് തന്നെ അല്ല 3 കൊണ്ടോ 5 കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണോ ആ സംഖ്യ കൊണ്ട് ചെയ്യുക. പക്ഷേ പ്രൈം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടും 18. ഇനി നോക്കാം 18 എന്നുള്ളതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം 9നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം 3 × 3 ആണ് 9 വരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ കിട്ടിയേക്കുന്ന 3ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് എഴുതിയിട്ട് ലാസ്റ്റ് 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ കിട്ടിയേക്കുന്ന ഈ സംഖ്യകളാണ് നമുക്ക് കിട്ടിയേക്കുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിച്ചാണ് നമ്മൾ 72നെ എഴുതുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 3 കൊണ്ട് ചെയ്താലും നമുക്ക് ഇതേ സംഖ്യകൾ തന്നെ കിട്ടത്തുള്ളൂ. നമ്മൾ അതിൻ്റെ ഓർഡർ തെറ്റിച്ചാണ് ഗുണിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഇത് ഇപ്പം ഇവിടെ 3, 2ഉം അതുപോലെ തന്നെ 2 തവണ 3ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് എങ്ങനെ ചെയ്താലും നമ്മൾ ഓർഡർ തെറ്റിച്ച് ഗുണിച്ചാലും നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരാൾ ഇവിടെ 3 കൊണ്ട് ചെയ്തോ ഒരാൾ 2 കൊണ്ട് ചെയ്തോ അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ ചെയ്താലും നമുക്ക് ഇത് തന്നെയായിരിക്കും ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചെയ്തിട്ട് ഈ സൈഡിൽ എഴുതിയേക്കുന്ന സംഖ്യകളാണ് നമ്മൾ ഗുണിച്ചെഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 2 ഗുണം 2 ഗുണം 2 ഗുണം 3 ഗുണം 3. അപ്പോൾ ഇത് എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 72 കിട്ടും. ഇനി നമുക്കറിയാം ഇവിടെ 3 2 ഗുണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 കൃതി 3 2⁻³ എന്ന് എഴുതാൻ പറ്റും. ഗുണം ഇനി 3 ഗുണം 3 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 3⁻² എന്ന് എഴുതാം. അപ്പോൾ 72നെ നമുക്ക് 2⁻³ × 3⁻² എന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്ത ഒരെണ്ണം നോക്കുക 1000. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ആദ്യം 2 കൊണ്ടല്ല ചെയ്തേക്കുന്നത് 5 കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിലും ഏതുകൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഏത് പ്രൈം നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1000നെ 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 200. ഇനി 200നെ നമുക്ക് 5 കൊണ്ട് എഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 200നെ നമ്മൾ 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ 5 എന്ന് നമ്മൾ തന്നെയാണ് എഴുതുന്നത്. ഇപ്പം 2 കൊണ്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ 2 എന്ന് കൊടുക്കുക, എന്നിട്ട് താഴെ 100 എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 200 എന്നുള്ളതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 40. 40 എന്നുള്ള സംഖ്യേനെ നമുക്ക് 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 × 5 ആണ് 40. ഇപ്പോൾ 8 എന്നുള്ള നമ്പറിനെ നമുക്കറിയാം 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 എന്ന് എഴുതി. 4 × 2 ആണ് 8. അപ്പോൾ നമ്മൾ 4 എഴുതി. എഗെയിൻ നമ്മൾ 2 കൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2 എന്ന് വന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പ്രൈം നമ്പർ കിട്ടി. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സൈഡിൽ എഴുതിയേക്കുന്ന സംഖ്യകൾ എഴുതുക, ഗുണിക്കുക.
അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇവിടെ 3 2ഉം 3 5ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് 2�3 ഇൻറ്റു 5�3 എന്ന് എഴുതാം. ഇനി പേജ് 54 ഇതുപോലെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കുക 36. അപ്പം 36 എന്നുള്ള സംഖ്യ എടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 18 കിട്ടി. ദെൻ എഗെയിൻ 18നെ നമ്മൾ 2 കൊണ്ട് വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. ഇനി ഈ 9നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3, അതായത് 2⁻2 ഇൻറ്റു 3⁻2. ദെൻ 225. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും അത്. ഇപ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 45 എന്ന് കിട്ടി. ദെൻ 45നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം 9 എന്ന് കിട്ടി. ഇനി 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരം നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈം നമ്പർ കിട്ടിയതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 5ഉം 3 2 തവണയും ഗുണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5⁻2 ഇൻറ്റു 3⁻2 എന്ന് എഴുതാം. ഇനി 500നെ ഇതുപോലെ തന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 100 കിട്ടി. 100നെ നമ്മൾ 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. 20നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി 4നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പ്രൈം നമ്പർ ലാസ്റ്റ് വന്നുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എഴുതാം 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 5⁻3 ഇൻറ്റു 2⁻2. ഇനി 632. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 316 എന്ന് കിട്ടും. ദെൻ 316 എന്നുള്ളതിനെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 158 എന്ന് കിട്ടും. 158 ഇൻറ്റു 2 ആണ് 316 വരുന്നത്. ഇനി 158നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 79 കിട്ടി. ഇനി ലാസ്റ്റ് ഇവിടെ നമുക്ക് വന്നേക്കുന്ന ഈ 79 എന്നുള്ളതൊരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ 3 2ഉം ഒരു 79ഉം ആണുള്ളത്. അതുകൊണ്ട് 2⁻3 ഇൻറ്റു 79. ദെൻ 750. അപ്പം 750. ഈ ലാസ്റ്റ് 0 അല്ലെങ്കിൽ 5 ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. ഇനി 150നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. നമുക്കറിയാം 30നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 എന്ന് കിട്ടി. ദെൻ നമുക്കിവിടെ 2ഓ 3ഓ ഏത് വേണമെങ്കിലും എഴുതാം. 2 ഇൻറ്റു 3 ആണ് 6 വരുന്നത്. അപ്പോൾ 3 എന്ന് എഴുതി. ദെൻ 2 എന്ന് ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രൈം നമ്പർ കിട്ടിയതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇതെല്ലാം കൂടെ ഗുണിച്ചെഴുതുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള 2 പ്രോബ്ലം ഇങ്ങനെയാണ്. 625, ആറാമത്തെ പ്രോബ്ലം 625. ഇതുപോലെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5⁻4 എന്ന്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കിട്ടും. അതായത് 5⁻4. അതുപോലെ 1024. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഇത്. അപ്പോൾ നമുക്കത് 2⁻10, അതായത് 2 നമ്മൾ 10 തവണ ഗുണിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് 2⁻10. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെത്താനെ ഒരു പ്രോബ്ലം എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പം ഇച്ചിരിയും കൂടെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe, like and share my channel JS Max Corner.